ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മമ്മൂക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ്. ആ മനുഷ്യന്റെ സ്വഭാവത്തിലെ ഒരു പ്രത്യേകതരം ക്വാളിറ്റിയാണ് എല്ലാവരും ചേർത്ത് നിർത്തുക എന്ന് പറയും. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. മമ്മൂക്ക ഇന്ദ്രൻസ് ചേട്ടനെ ചേർത്ത് നിർത്തുന്ന ഒരു വീഡിയോ. അദ്ദേഹം അഭിനയിച്ച ഓരോ സിനിമയുടെയും അല്ലെങ്കിൽ സിനിമകളുടെയും അഭിനയിച്ച സിനിമകളുടെ ഓരോ ലെവലുകളും മമ്മൂക്ക മനസ്സിൽ കാത്തു സൂക്ഷിച്ചു വെച്ചു എന്നാണ്. ഒരു മഹാനടൻ, അദ്ദേഹത്തിന് എങ്ങനെയാണ് ഇതിന് സമയം കിട്ടുന്നത് എന്നറിയില്ല. പക്ഷെ അദ്ദേഹം ഇന്ദ്രൻസ് ചെയ്ത ആ കഥാപാത്രങ്ങളെ ഓർത്തെടുക്കുകയാണ്. ഓരോ സിനിമയുടെ പേരും വളരെ വ്യക്തമായി കൃത്യമായിട്ട് പറയുകയാണ്. അത് വലിയ ആർട്ടിസ്റ്റ് ആയാലും ശരി, ചെറിയ ആർട്ടിസ്റ്റ് ആയാലും ശരി, അതിങ്ങനെ ഓർത്തെടുക്കാൻ അല്ലെങ്കിൽ മനസ്സിൽ സൂക്ഷിച്ചു വെക്കാൻ മമ്മൂക്കാടെ കഴിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കഴിവൊന്നും, വലിയ കഴിവില്ല. അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. ഗംഭീര ട്രെയിലറാണ്, നല്ല മ്യൂസിക് ഉണ്ട്. പിന്നെ വേറെ ഒരു കാര്യം, ഞാനല്ലോ ഇപ്പൊ ഇന്ദ്രൻസ് എന്നെ കണ്ടിട്ട് എന്നോട് ഒരു അക്ഷരം മിണ്ടിയില്ല. ഇടം വരെ വരുമോ എന്നൊന്ന് ചോദിച്ചോളൂ. ഞാന് ഇന്ദ്രൻസ് ആദ്യകാല സിനിമയിലേക്ക് അഭിനയിക്കുമ്പോൾ ഇന്ദ്രൻസിന്റെ ഒരു കൈൻഡ് ഓഫ് ബോഡി ഷേമിങ് റോളുകളാണ് അദ്ദേഹത്തിന്റെ. അത് അന്നത്തെ കാലം. ഇന്നത്തെ കാലത്തെ പുള്ളി അഭിനയം കൊണ്ട് എല്ലാവരെയും ക്ഷയമായിക്കൊണ്ടിരിക്കുക. ഞാൻ ചില സിനിമകൾ അദ്ദേഹത്തിന് കാണുമ്പോൾ അന്തപ്പെട്ടിരുന്നു പോയിട്ടുണ്ട്. അദ്ദേഹത്തിന് ആൾക്കാർ കളിയാക്കി പറഞ്ഞതൊക്കെ അദ്ദേഹത്തിന് ഭയങ്കര പ്ലസ് ആകുകയാണ്. എല്ലാ കുറവുകളും എല്ലാം അദ്ദേഹത്തിന്റെ ക്വാളിറ്റികളായി മാറുകയാണ്. ഞാന് കുറേയേറെ സിനിമയുടെ ഇടക്കിടക്ക് ഞാൻ കാണും. ആ പമ്പ് സെറ്റ് സിനിമ, അതിന്റെ പേര് പമ്പ് സെറ്റ്, പേര് ഓർമ്മയുണ്ടോ? എന്ത് പമ്പ് സെറ്റ്? പമ്പ് സെറ്റ് എന്ന് പറഞ്ഞ സിനിമ, നല്ലതായ പമ്പ് സെറ്റ്. അത് നിങ്ങള് എത്ര പേര് കണ്ടോന്ന് എനിക്കറിയില്ല. നല്ല രസമുള്ള സിനിമയാണ്. പിന്നെ ഒരു സിനിമയുണ്ട്, പറയട്ടെ ഏതായിരിക്കും? ഷിനിഗാമി, കുട്ടന്റെ ഷിനിഗാമി. നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടെന്ന് അറിഞ്ഞൂടാ. എന്തിനാ കളിയായി കളിച്ചിരിക്കുന്ന നിങ്ങളാരും വിശ്വസിക്കുന്നില്ല, ഇങ്ങനെയുള്ള ഒരാളാണ് കാലനായിട്ട് അഭിനയിക്കുന്നത്. അത് സൂട്ടൊക്കെ ഇട്ട് ഒരു സൂട്ട് കേസിൽ ഒരു 2 ചെരുപ്പായിട്ട് ഇറങ്ങും. വണ്ടർഫുൾ. അത് നല്ല സിനിമയുണ്ട്. അതിനകത്ത് മറ്റേ ഇടുക്കി ജാഫറും ഇങ്ങേരും കൂടെ ഞാനാ നീവെന്ന് പറഞ്ഞ് അത്രത്തോളം നല്ല പ്രകടനം കാഴ്ചിട്ടുള്ള ആൾക്കാരാണ്. നമുക്ക് ഈ നടന്മാരുടെ കുറവുകൊണ്ടല്ല, നടന്മാരുടെ ഗുണം മാത്രമെന്നല്ല ഞാൻ പറയുന്നത്. ഒരുപാട് നല്ല കഥകളും കഥാപാത്രങ്ങളും അഭിനയിക്കാൻ അവസരങ്ങളുള്ള കഥയും കഥാപാത്രങ്ങളും മലയാളത്തിൽ ഉണ്ടാവുന്നുണ്ട്. അത് നമ്മുടെ ഭാഗ്യമോ നമ്മുടെ പ്രേക്ഷകരുടെ ഭാഗ്യമോ അവരുടെ സഹകരണമോ പ്രോത്സാഹനമോ ഒക്കെ തന്നെയാണ് എല്ലാ സിനിമയും അങ്ങനെ വളരും. ഈ സിനിമയ്ക്ക് അവർക്ക് എന്താണെന്ന് അറിയില്ലാത്ത ഒരു കാര്യം കൊണ്ടാണ് ഞാൻ വന്നത്. ഈ സിനിമയെ ഒന്ന് പരിചയപ്പെടുത്താൻ കൂടിയാണ് എന്റെ വരവ്. ഞങ്ങൾ ഒരുപാട് നേരം സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കുന്നതാണ്. അതുപോലെ അഭിനയിക്കണം, അങ്ങനെ ആവണം എന്നൊക്കെ മോഹിപ്പിക്കാൻ ഇപ്പോഴും നമ്മളെ മുമ്പിൽ നിൽക്കുന്ന ഒരാളാണ്. അല്ലെങ്കിൽ നമുക്കൊക്കെ വലിയ അഭിമാനവും അല്ലെങ്കിൽ നമുക്കൊക്കെ വാങ്ങിച്ചിരുന്ന സമ്മാനങ്ങളും ലോകോത്തര നടന്മാരുടെ മുമ്പിൽ നമുക്ക് കാണിക്കാൻ പറ്റുന്ന നമ്മുടെ ഒരു ആശ. ഞാൻ ആലോചിച്ചു പോണ ഈ മനുഷ്യന് ചെറിയ കലാകാരന്മാരെ മുതൽ വലിയ കലാകാരന്മാർ വരെ എല്ലാ താരങ്ങളെയും ഒരേപോലെ നെഞ്ചിലേറ്റ് നടക്കുന്ന ഒരു മനുഷ്യനാണ് നമുക്കറിയാം. കഴിവിനെ അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു മഹത് വ്യക്തി.
ഏതൊരു കലാകാരനായാലും ആ കലാകാരൻ്റെ കഴിവിനെ അംഗീകരിച്ച് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ മനസ്സുകൾക്ക് മാത്രമേ കഴിയുള്ളൂ. ഒരു കലാകാരൻ്റെ കഴിവിനെ അംഗീകരിച്ച് കൊടുക്കണം. അപ്പോൾ പ്രത്യേകിച്ച് മമ്മൂക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയേണ്ട ആവശ്യമില്ല, ഒരു മഹാകലാകാരൻ. ആ മഹാകലാകാരൻ മറ്റൊരു കലാകാരൻ്റെ കഴിവിനെ അംഗീകരിച്ച് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മനസ്സിൻ്റെ പുണ്യാണത്. ലാസ്റ്റ് ഇന്ദ്രൻസ് ചേട്ടൻ പറയുന്നുണ്ട് ആശാനാണെന്ന്. നമ്മുടെയൊക്കെ ആശാനാണ്. അപ്പൊ അത് ആലോചിച്ച് നോക്ക്, എന്താണ് മമ്മൂക്കാനോട് ഇന്ദ്രൻസ് ചേട്ടനിക്കുള്ള സ്നേഹം. മമ്മൂക്കാക്ക് പൊതുവെ എല്ലാവരോടും സ്നേഹമാണ്. എന്നാ കളിയാ ഇയാൾ കളിച്ചേക്കുന്നത്. മമ്മൂക്കായുടെ ഡയലോഗ് കേട്ടില്ലേ, എന്നാ കളിയാ ഇയാൾ കളിച്ചേക്കുന്നത്. അപ്പൊ അതാണ് മമ്മൂക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം. കഴിവിനെ അംഗീകരിച്ചു കൊടുക്കുന്ന മഹത് വ്യക്തി, അതാണ് വേണ്ടത്. കലാകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വലിയ കലാകാരനായാലും മറ്റുള്ളവരെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആ കലാവാസനയെ, അവരുടെ ആ അഭിനയത്തിന്, അവരുടെ കലയെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം. അതാണ് മമ്മൂക്ക ഇത്രയും വലിയ ഉന്നതി നിൽക്കുന്ന മഹാനടനാണ്. മലയാളികളുടെ മഹാനടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, മറ്റേ ദ ഫേസ് ഓഫ് ഇന്ത്യൻ സിനിമ എന്നൊക്കെ പറയില്ലേ, അന്ന ലെവലിൽ എത്തി നിൽക്കുന്ന നടനാണ് മമ്മൂക്ക നടനാണ്. അദ്ദേഹം കഴിവിനെ അംഗീകരിച്ചു കൊടുക്കണം. മമ്മൂക്ക പോലും അത്ഭുതപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു ഇന്ദ്രൻസിന്റെ ചില അഭിനയങ്ങൾ കണ്ടിട്ട്. അപ്പോൾ അതാണ്. അപ്പോൾ മമ്മൂക്ക ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങോട്ടുള്ള സ്നേഹം നമുക്ക് കൂടി കൂടി വരികയാണ്, സ്നേഹവും ബഹുമാനവും. അപ്പോൾ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.